നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ തീർത്തും വസ്തുതാപരമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പലപ്പോഴും നെഗറ്റീവായി കമന്റുകൾ ലഭിക്കാറുണ്ട്. എന്നാൽ സത്യാവസ്ഥ പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ വിഭ്രാന്തി ഉണ്ടാക്കുന്നത്? കാരണം ജർമ്മനി ഇപ്പോൾ പഴയ ജർമ്മനിയല്ല. ജർമ്മനിയിലെ സാഹചര്യങ്ങൾ തീർത്തും അടിമുടി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടെ ജർമ്മനി മൊത്തം മാറിയെന്ന് വേണം പറയാൻ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അഭയാർത്ഥികളുടെ എണ്ണം പെരുകുകയാണ്. അതുപോലെ തന്നെ രാജ്യത്തുണ്ടാകുന്ന അരക്ഷിതാവസ്ഥ, മുൻ സർക്കാരുകൾ ഉണ്ടാക്കിയെടുത്ത ഭരണത്തിന്റെ പോരാഴിക, ഇതെല്ലാം തന്നെ രാജ്യത്തെ ഇപ്പോൾ പിന്നോട്ടടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജർമ്മനി ഒരു ആകർഷക രാജ്യമല്ല ഇവിടെ ജീവിക്കുമ്പോൾ. എന്നാൽ പുറത്തു നിന്നുള്ളവർക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ളവർക്ക് ജർമ്മനി ഒരു വലിയ സ്വർഗ രാജ്യമായിട്ടാണ് അല്ലെങ്കിൽ പറുദീസയായിട്ടാണ് എല്ലാവരും ചിത്രീകരിക്കുന്നത്. എന്നാൽ അതിന്റെ സത്യാവസ്ഥയാണ് ഈ എക്സ്ക്ലൂസീവിലൂടെ ഞങ്ങൾ പുറത്തുവിടുന്നത്. ഇനിയും എക്സ്ക്ലൂസീവിലേക്ക് കടന്നാൽ പറുദീസയായ ജർമ്മനിയിലെ മാറുന്ന കാഴ്ചകൾ. കഴിഞ്ഞ ഒരു ദിവസം, അതായത് മരവിക്കുന്ന തണുപ്പുള്ള ഒരു ദിവസം, ഒരു കഫേയിൽ ഇരിക്കുമ്പോഴാണ് ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. സ്മാർട്ട് ഫോണിന്റെ സ്ക്രീനിൽ തെളിഞ്ഞ തലക്കെട്ട് ഒരു വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കിയത്. 5ൽ ഒരു ജർമ്മൻ യുവാവ് രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നു എന്ന വാർത്തയാണ് തലക്കെട്ടായിട്ട് കണ്ടത്. അതിന്റെ കാരണങ്ങൾ താഴേക്ക് നോക്കിയപ്പോൾ വർഷങ്ങളോളം അധ്വാനിച്ച് കടമ്പകൾ കടന്ന് ജർമ്മനിയിൽ എത്തിയവരെ സംബന്ധിച്ചിടത്തോളം ഇത് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യം. ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തി, മികച്ച ജീവിത നിലവാരം, മികച്ച ഇൻഷുറൻസ് പരിരക്ഷ, ഒട്ടും ഭേദമല്ലാത്ത ശമ്പളം, കാലാവസ്ഥയും തണുപ്പും ചൂടുമായിട്ട് കടന്നു പോകുന്നു. ഇതെല്ലാം ഉപേക്ഷിച്ച് ഇവിടുത്തെ യുവാക്കൾ എങ്ങോട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത്? വാർത്ത വിശദമായിട്ട് തന്നെ വായിച്ചു. 14നും 29നും ഇടയിൽ പ്രായമുള്ള യുവാക്കളിൽ 21% ജർമ്മനി വിടാൻ സജീവമായി പദ്ധതിയിടുന്നു എന്ന കാര്യമാണ് അവലോകനം നടത്തിയാൽ മനസ്സിലായത്. ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കിയാൽ 40% പേർക്ക് വിദേശത്തേക്ക് മാറാനാണ് താല്പര്യം. കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ സാമ്പത്തിക മാന്ദ്യം, വർദ്ധിച്ചു വരുന്ന വീട്ടുവാടക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മൂലം ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്ക എന്നിവയൊക്കെയാണ് ഈ തീരുമാനത്തിലേക്ക് യുവാക്കളെയൊക്കെ നയിക്കുന്നത്. എന്നാൽ വാർത്തയിൽ കണ്ട മറ്റൊരു കാര്യം ഏറെ ചിന്തിപ്പിച്ചു. ജർമ്മനിയിലെ രാഷ്ട്രീയ അന്തരീക്ഷം മാറുകയാണ്. തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ വളർച്ചയും വർദ്ധിച്ചു വരുന്ന വിവേചനവും പലരെയും ഭയപ്പെടുത്തുന്നുണ്ട്. സ്വിറ്റ്സർലൻഡും ഓസ്ട്രിയയും ഒക്കെയാണ് ഇവരുടെയൊക്കെ സ്വപ്നഭൂമികൾ. എന്നാൽ ഇനിയും പുതുതായി എത്തിയ മലയാളികളുടെ കഥ കൂടി പറയാം. കഴിഞ്ഞ വർഷം മാത്രം ജർമ്മനിയിലെത്തിയ മലയാളി നഴ്സുമാർ, അതുപോലെ തന്നെ ഔസ്ബിൽഡിംഗ് നടത്താൻ എത്തിയ യുവ ജനത, ഇവർക്കൊക്കെ ആവേശം പകരുന്ന ഒരു രാജ്യമാണ്, ഒരു സമയമാണ് ജർമ്മനി. എങ്കിലും ജർമ്മൻ യുവാക്കൾ എന്തിൽ നിന്നാണോ ഓടിപ്പോകാൻ ശ്രമിക്കുന്നത് അത് തേടിയാണ് ഇപ്പോൾ മലയാളികൾ ഇങ്ങോട്ട് വരുന്നത്. സത്യം പറഞ്ഞാൽ ഈ വാർത്ത ഇവിടുത്തെ പിള്ളേർക്ക് ഇവിടം മടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ റിപ്പോർട്ടിംഗ് ആണ്. സത്യമാണെങ്കിലും പുതുതായി എത്തിയിരിക്കുന്ന യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജർമ്മനി ഇപ്പോഴും ഒരു സ്വപ്നഭൂമിയാണ്. നാട്ടിലെ ജോലിഭാരവും തുച്ഛമായ ശമ്പളവും വെച്ച് നോക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന അംഗീകാരവും ജീവിത സൗകര്യവും മറ്റു കാര്യങ്ങളൊക്കെ വളരെ വലുതാണ്. പക്ഷേ പഴയതുപോലല്ല ജർമ്മനി എന്ന് ഇവിടുത്തെ സീനിയേഴ്സ് പറയുന്നത് ആരും തന്നെ വകവയ്ക്കാറില്ല, ചെവിക്കൊള്ളാറില്ല. വാടക കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ ഒന്നും നിൽക്കുന്നില്ല. പിന്നെ രാഷ്ട്രീയ മാറ്റങ്ങൾ, വിദേശികളെ അത്ര താല്പര്യമില്ലാത്ത ഗ്രൂപ്പുകൾ വളർന്നു വരുന്ന സമയമാണ്. കാണുമ്പോൾ അതിന് പേടി ഒക്കെ തന്നെ ഉണ്ടാകും. അടുത്ത കാലത്തായി ചാൻസലർ ഫ്രീഡറിഷ് മെർസ് എടുത്ത ചില കർശനമായ നിലപാടുകളും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. ഏത് കെട്ടിടത്തിന്റെയും ജനാലയിലൂടെ പുറത്തേക്ക് തെരുവിലേക്ക് നോക്കിയാൽ അവിടെ ഒരു വശത്ത് വലിയ സ്വപ്നങ്ങളുമായി വിമാനം കയറിയെത്തിയ മലയാളികളെ കാണാം. മറുവശത്ത് സ്വന്തം നാടിന്റെ ഭാവിയിൽ ആശങ്കപ്പെട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ ഇവിടെ നിൽക്കുന്ന ജർമ്മൻ യുവാക്കൾ. ഈ രാജ്യം മാറുകയാണ്, എല്ലാം മാറ്റുകയാണ്. ഒരു പരിവർത്തന കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. സാമ്പത്തിക ഭദ്രത തേടി മലയാളികൾ ഇങ്ങോട്ട് വരുമ്പോൾ സമാധാനവും കുറഞ്ഞ നികുതി ഭാരവും തേടി ഇവിടെയുള്ളവർ പുറത്തേക്ക് പോകുന്നു. ആര് ജയിക്കുമെന്നോ ആര് തോൽക്കുമെന്നോ ഇതൊക്കെ കണ്ടെത്തുമെന്നോ ഒട്ടും പറയാനാവാത്ത ഒരു ഓട്ടം. തലസ്ഥാനമായ ബെർലിനിലെ മാത്രമല്ല മറ്റു നഗരങ്ങളിലെയും കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, ലോകം ഒരു വലിയ ചക്രമാണ്. ഒരാളുടെ ലക്ഷ്യസ്ഥാനം മറ്റൊരാൾക്ക് മടുപ്പുള്ള ഇടമായി മാറുന്നു. എങ്കിലും പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ഇവിടെ പച്ച പിടിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇവിടെയുള്ള മലയാളി സുഹൃത്തുക്കൾ. ജർമ്മനിയിലെ മഞ്ഞു വീണ നിരത്തുകളിൽ ഇപ്പോൾ മഞ്ഞൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും പുതിയ കുടിയേറ്റക്കാരുടെ സ്വപ്നങ്ങളും പഴയ താമസ
വിദ്യാഭ്യാസക്കാരുടെ ആശങ്കകളും ഒരുപോലെ അലിഞ്ഞു ചേർന്ന് കിടക്കുമ്പോൾ അലിഞ്ഞു ചേരുമ്പോൾ പുതുതലമുറക്കാരായ ജനങ്ങൾക്ക്, യുവജനങ്ങൾക്ക് ആശങ്കയാണ് ഉണ്ടാകുന്നത്. അതും ഇവിടെയുള്ളവർ. ഇതൊന്നും തന്നെ പുതുതായി എത്തിയ യുവജനങ്ങൾക്ക്, മലയാളികൾക്ക് മനസ്സിലാകില്ല. അവർക്കെല്ലാം അടിച്ചുപൊളിയാണ്. അവർക്കെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ മഹാലോകമാണ്. ഇത് പറയാനൊക്കെ ഒത്തിരി കാരണങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു 6 വർഷത്തിനിടെ ജർമ്മനിയിലെത്തിയ മലയാളികളുടെ കണക്ക് നോക്കിയാൽ 50,000-ത്തിലധികം ഉണ്ട്. ഇവരൊക്കെ തന്നെ നാട്ടിൽ നിന്നും വലിയ കടങ്ങൾ ഉണ്ടാക്കി ഏജന്റുമാർക്ക് നല്ലൊരു തുക നൽകി ഇവിടെ ഔസ്ബിൽഡിങ്ങിനുമായി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനുമായി എത്തിക്കഴിഞ്ഞപ്പോൾ ഇവരുടെയൊക്കെ ലക്ഷ്യം ഇവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും അതിശയോക്തിയാവില്ല. എന്നാൽ ലക്ഷ്യം കാണാൻ വേണ്ടി മാത്രം വന്നവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവര് വന്നപ്പോൾ ഞങ്ങളും വന്നു എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അതേസമയം മാതാപിതാക്കളുടെ നിരന്തരമായ ഇടപെടലിലൂടെ ഇവിടെ എത്തിയ നിരവധി കുട്ടികളുണ്ട്. ഇവരൊക്കെ തന്നെ നേഴ്സിംഗ് ആണ് ഔസ്ബിൽഡിങ്ങിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവർക്കാണെങ്കിൽ നേഴ്സിംഗ് മനസ്സുകൊണ്ട് ഒട്ടും ഇഷ്ടമല്ല. ഇവരൊക്കെ തന്നെ ക്ലാസ്സിൽ പോയിരുന്നാലും അല്ലെങ്കിൽ പ്രാക്ടിക്കം ചെയ്യാനായി ആശുപത്രികളിലേക്കോ ഓൾഡ് ഏജ് ഹോമിലേക്കോ കടന്നു ചെല്ലുമ്പോൾ ഇവരുടെ മുഖഭാവവും അതൊക്കെ തന്നെ ഇവിടെയുള്ളവർക്കും കൂടെയുള്ളവർക്കും ഒക്കെ മനസ്സിലാകുന്നുണ്ട്. എന്ത് ചെയ്യാം, വീട്ടുകാരെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇഷ്ടമില്ലാത്ത ജോലി തെരഞ്ഞെടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് മാനസികമായും ശാരീരികമായും ഇവർക്കൊക്കെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയ ഈ യുവതലമുറ പലതിനും അടിമകളാകുന്നത്. പ്രത്യേകിച്ച് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിലേക്ക് ഒരുപറ്റം യുവാക്കൾ ഇവിടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിശയോക്തി ആവില്ല. അത് സത്യമാണ്, വസ്തുതയാണ്. ഇത് പറയുമ്പോൾ ഞങ്ങളെ പഴിക്കാൻ വന്നാലും പ്രശ്നമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ പരിണിത ഫലങ്ങൾ ആത്മഹത്യയ്ക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള നിരാശയിലേക്കും പോകേണ്ട അവസ്ഥയാണ് ഇവരൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. ആത്മഹത്യയുടെ കഥകൾ പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഏതാണ്ട് 5ഓളം ആത്മഹത്യകളാണ് യുവാക്കൾ ഇവിടെ നടത്തിയത്. ഇതിലെല്ലാം തന്നെ ഇടപെടേണ്ട അവസ്ഥയാണ് പ്രവാസി ഓൺലൈന് ഉണ്ടായത്. അതിൽ ഏറ്റവും പറയേണ്ടുന്ന ഒരു കാര്യം, ഔസ്ബിൽഡിങ്ങിനെത്തി ഡാർക്ക് നെറ്റിൽ കയറി വ്യവഹാരം ചെയ്ത് പോലീസ് പിടിയിലായി ഒടുവിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഔസ്ബിൽഡിങ്ങുകാരന്റെ കാര്യമാണ് ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോകുന്നത്. ഇനിയും ഡാർക്ക് നെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പെർബോട്ടനാണ്. അതായത് ഇവിടെ നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഡാർക്ക് നെറ്റിന്റെ ഉപയോഗം. ഡാർക്ക് നെറ്റിൽ കടന്നു കയറാൻ അത്ര എളുപ്പമല്ല. ഡാർക്ക് നെറ്റിൽ കടന്നു കയറിയാലോ ലോകം അംഗീകരിക്കാത്ത എല്ലാ കുടില ബുദ്ധികളുടെയും കേന്ദ്രങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രതലമാണ്. അവിടെ കൊടുക്കൽ വാങ്ങലുകൾ, കച്ചവടങ്ങൾ, വ്യവഹാരങ്ങൾ എന്ന് വേണ്ട എല്ലാ അനധികൃത കാര്യങ്ങളും നടത്തിയെടുക്കുക. കൊടുക്കൽ വാങ്ങലുകളുടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. അതുപോലെ തന്നെ മറ്റ് വൈകൃതങ്ങൾ കാണുവാനും അല്ലെങ്കിൽ പോർണോകൾ കാണാനും കൊടുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു പ്രതലമാണ് ഡാർക്ക് നെറ്റ്. അതുകൊണ്ടാണ് സർക്കാർ ഇത് ഇവിടെ നിരോധിച്ചിരിക്കുന്നത്. അതിലാണ് ഏതാണ്ട് 23 വയസ്സുകാരൻ കൂട്ടുകാരോടൊപ്പം കടന്നു കയറിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെതായ രീതി മനസ്സിലാക്കി കയറിയതാകാം. അതിൽ കയറിയപ്പോൾ തന്നെ പോലീസ് ഇത് അറിഞ്ഞു. പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പോലീസിന്റെ പിടിയിലുമായി. ഒടുവിൽ അത് അക്സസ് ചെയ്തതാരോ അവനെയാണ് പോലീസ് പൊക്കിയത്. പോലീസ് പൊക്കി ചോദ്യം ചെയ്തു. ഇന്റർനെറ്റ് കണക്ഷൻ ഏതാണെന്ന് മനസ്സിലായി. ഫോൺ പിടിച്ചെടുത്തു. ഒടുവിൽ ആ രാത്രി തന്നെ 2 പുതപ്പ് കൂട്ടിക്കെട്ടി കഴുത്തിൽ കുരുക്കിട്ട് ബാൽക്കണിയിൽ 23കാരൻ ജീവനൊടുക്കി. അന്ന് രാത്രിയാണ്. പിറ്റേ ദിവസം രാത്രി നടന്നു. പിറ്റേ ദിവസമാണ് പുറം ലോകം ഇക്കാര്യം അറിയുന്നത്. അറിഞ്ഞ് പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് നാട്ടിലെത്തിച്ചു. ഡെഡ് ബോഡി നാട്ടിലെത്തിച്ചു. കാര്യങ്ങളെല്ലാം നടത്തിയെടുത്തു. ഇതിന്റെ പിന്നാമ്പുറം തപ്പി ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഡാർക്ക് നെറ്റിന്റെ കാര്യങ്ങളെപ്പറ്റി അറിയാനും ഇത്തരത്തിലാണ് കുറ്റകൃത്യം ചെയ്തതെന്ന് മനസ്സിലായത്. അങ്ങനെ ഒത്തിരി നിരവധി കഥകൾ ഇവിടെ പറയാനുണ്ട്. ഇതിനെപ്പറ്റി കേൾക്കുമ്പോൾ ഒരുപക്ഷെ നാട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ ഒക്കെ തന്നെ നെറ്റിച്ചുളിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായ അല്ലെങ്കിൽ കിട്ടിയ ലഭ്യമായ സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യുകയാണ് ഇവരൊക്കെ തന്നെ ചെയ്യുന്നത്. അതാണ് ആത്മഹത്യയിലേക്കും ഒരുപക്ഷെ ഈ പറയുന്ന മദ്യത്തിനും ലഹരിക്കും അടിമയാകുന്നത്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നു. ആൺ പെൺ ഭേദമന്യേ ഇവിടെ നടത്തുന്ന മറ്റു വ്യവഹാരങ്ങൾ വിളിച്ചു പറയാൻ അത്ര നല്ലതല്ലാത്ത
പറ്റാത്തതുകൊണ്ട് അറപ്പുളവാക്കുന്നതുകൊണ്ട് അത് ഞങ്ങൾ തൽക്കാലം മറച്ചു പിടിക്കുകയാണ്. എന്തു വന്നാലും ജർമ്മനിയിൽ നല്ല രീതിയിൽ എത്തി നല്ല രീതിയിൽ പഠിക്കുകയും നല്ല രീതിയിൽ ജോലിയോ അല്ലെങ്കിൽ ഹൗസ് ബിൽഡിങ്ങോ ഒക്കെ നടത്തി ജീവിക്കാൻ ഒരുപക്ഷെ സാധിക്കും. പക്ഷേ ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞ്, സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞ് അത് മിസ്യൂസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രശ്നത്തിൽ കൂടി ജീവിതം ഹോമിക്കേണ്ട അല്ലെങ്കിൽ ജീവിതം സ്വയം ഇല്ലാതാക്കേണ്ട അവസ്ഥയിലേക്ക് ആരും പോകാതിരിക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഇനിയും ഇവിടെ എത്തിയ യുവജനങ്ങളുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടന്നാൽ നാട്ടിലെ തൊഴിലില്ലായ്മയിൽ നിന്നും ശ്വാസം മുട്ടിക്കുന്ന സാഹചര്യത്തിൽ നിന്നുമാണ് ഇവർ ഓരോരുത്തരും ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ജർമ്മനി ഇപ്പോഴും ഇവർക്കൊക്കെ ഒരു സേഫ് ഹെവൻ ആണെന്നാണ് ഒട്ടുമിക്ക ആളുകളും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിയുമ്പോൾ മറ്റൊരു യാഥാർത്ഥ്യവും ഓരോരുത്തരെയും കാത്തിരിക്കുന്നു. ഇക്കാര്യം ഞങ്ങൾ മിക്കപ്പോഴും പച്ചയായി റിപ്പോർട്ട് ചെയ്യുമെങ്കിലും ആരും ചെവിക്കൊള്ളാറില്ല. സത്യം പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടാറുമില്ല. എന്നാൽ ഒരാൾ ഒരു അനുഭവം പങ്കുവച്ചത് ഇങ്ങനെയാണ്. നാട്ടിലെ വീടിന്റെ ലോൺ തീർക്കാനും സഹോദരിയുടെ പഠനത്തിനുമായിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞെട്ടിപ്പോയി. കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതിയും ടാക്സും ഇൻഷുറൻസുമായി നൽകുന്നു. ബാക്കിയുള്ളതിൽ വലിയൊരു ഭാഗം വാടകയ്ക്കും. നാട്ടിലേക്ക് അയക്കാൻ പണം തികയുന്നില്ല. എന്നിട്ടും അച്ഛനും അമ്മയും വിചാരിക്കുന്നത് ഞാൻ ഇവിടെ യൂറോകൾ വാരി കൂട്ടുന്നു എന്നാണ്. സത്യമാണ് ഈ പറഞ്ഞത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്ര കിട്ടിയാലും കയ്യിൽ തികയില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇനി പുതിയ വെല്ലുവിളികൾ എന്താണെന്ന് ചോദിച്ചാൽ ജർമ്മനിയിലെ മലയാളി യുവാക്കൾ ഇന്ന് പലതരം സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഭാഷ എന്ന വന്മതിൽ പ്രൊഫഷണൽ മേഖലയിൽ മുന്നേറാൻ ജർമ്മൻ ഭാഷയിലെ വൈദഗ്ധ്യം അത്യാവശ്യമാണ്. ജോലി കഴിഞ്ഞുള്ള വിശ്രമ വേളകളിൽ പോലും ഭാഷ പഠിക്കാൻ നീക്കി വെക്കേണ്ടി വരുന്നത് മാനസികമായി മിക്കവരെയും തളർത്തുന്ന ഒരു കാര്യമാണ്. അടുത്തത് മാറുന്ന മനോഭാവമാണ്. ഞങ്ങൾ പറയുന്നത് പോലെ വിദേശികളോടുള്ള ചില ജർമ്മൻകാരുടെ മനോഭാവത്തിൽ മാറ്റം വരുന്നുണ്ട്. പല മലയാളി യുവാക്കളും ഇതിനെ ഭയക്കുന്നുമുണ്ട്. ആർക്കും വേണ്ടാത്ത ജോലികൾ ചെയ്യാൻ മാത്രം നമ്മളെ മാത്രം ഇവിടെ മതിയോ എന്ന ചോദ്യം ഇവരൊക്കെ തന്നെ ഉള്ളിൽ ചോദിക്കുന്നുണ്ട്, തമ്മിൽ പറയാറുമുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇതൊരു അനുകരണമല്ലേ? ഇവിടെ എത്തുന്ന പല മലയാളികളും ഇപ്പോൾ ജർമ്മൻ യുവാക്കളെ പോലെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജർമ്മനിയിൽ രക്ഷയില്ലെങ്കിൽ പിന്നെ സ്വിറ്റ്സർലൻഡ് അല്ലെങ്കിൽ കാനഡ എന്ന ചിന്ത പുതിയ ബാച്ചിലെ മലയാളികൾക്കിടയിൽ പടരുന്നുണ്ട്. പണ്ട് ജർമ്മനിയിൽ വന്നവർ ഇവിടെ സ്ഥിര താമസമാക്കിയിരുന്നു, ഞങ്ങളെപ്പോലുള്ളവർ. എന്നാൽ ഇന്നത്തെ മലയാളി യുവാക്കൾക്ക് ജർമ്മനി എന്നത് മറ്റൊരു ട്രാൻസിറ്റ് പോയിന്റ് മാത്രമായി മാറുകയാണോ എന്ന സംശയമുണ്ട്. ഇവിടെ വരുന്നു, പരിചയം നേടുന്നു, ഭാഷ പഠിക്കുന്നു, എന്നിട്ട് കൂടുതൽ പണം കിട്ടുന്ന രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഇതൊക്കെ തന്നെ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുള്ള ഒരു പ്രവണതയാണ്. ഇനി പ്രതീക്ഷയുടെ തുരുത്തുകൾ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ഇവിടെ പച്ച പിടിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഭൂരിഭാഗം മലയാളികളും എത്തിയിട്ടുള്ളത്. അല്ലെ, എത്തിയവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളും ഇതൊക്കെ തന്നെയാണ്. നാട്ടിലെ രാഷ്ട്രീയത്തെക്കാളും അഴിമതിയെക്കാളും ഭേദപ്പെട്ട ഇവിടുത്തെ ഒരു കഷ്ടപ്പാട്. ഒരു വശത്ത് സ്വപ്നങ്ങളുമായി വിമാനം കയറിയെത്തുന്ന മലയാളികൾ, മറുവശത്ത് നാടിന്റെ അല്ലെങ്കിൽ സ്വന്തം നാടിന്റെ ഭാവിയിൽ ആശങ്കപ്പെട്ട് സ്വിറ്റ്സർലൻഡിലേക്കോ വിയന്നയിലേക്കോ ഒക്കെ വണ്ടി കയറാൻ നിൽക്കുന്ന ജർമ്മൻ യുവാക്കൾ. ഒരു രാജ്യം, അതായത് ജർമ്മനി എന്ന രാജ്യം, അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പുനർകുടിയേറ്റ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ആ ഒഴുക്കിനെതിരെ തുഴയുകയാണ് ജർമ്മനിയിലെ മലയാളി യുവത്വം. ആരെങ്കിലും തോൽക്കാനോ ജയിക്കാനോ വേണ്ടിയല്ല, മറിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അല്ലെ തങ്ങൾക്ക് തന്നെ ഒരു നല്ല ഭാവി സ്വരുക്കൂട്ടാൻ വേണ്ടി മാത്രം. ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.